ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ലിതുമോൾക്ക് രാവിലെ തന്നെ പറഞ്ഞിരുന്നു അവൾക്ക് പൊതിച്ചോറ് വേണമെന്ന് കേട്ടോ. അപ്പോൾ ഞാനിന്നൊരു പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടോ. ഇത് വെക്കുന്നത് എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ, കാരണം കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ അമ്മയാണ് ഇത് വെച്ചത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വന്ന് വറവ് ഇട്ടിട്ടുള്ളൂ കേട്ടോ, കടുകൊക്കെ താളിച്ചിട്ട്. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഉപ്പേരി വെക്കാൻ ക്യാബേജ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ, അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് അരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാബേജാണ് ഇന്ന് ഉപ്പേരിക്കുള്ളത്. ഗൈസ്, നമ്മൾ കൊണ്ടാട്ടമുളക് ഉണ്ട്, അപ്പോൾ ഇത് വറുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ലിതുമോൾക്ക് ഇഷ്ടമാണ് കൊണ്ടാട്ടമുളക്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം ഇത് വറുത്തെടുക്കുക. ഇനി അതേ ചട്ടിയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പില, ഗൈസ് കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ച ക്യാബേജ് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ വെള്ളം തോരാൻ വേണ്ടിയിട്ട് വലിയ അരിപ്പയിലാക്കി വെച്ചതാണ് കേട്ടോ. ക്യാബേജ് കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞ് ഇതിൽ ചേർത്തിട്ടുണ്ട്, കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് കരുതി. പക്ഷേ ഞാൻ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, അത് നമുക്ക് അരിഞ്ഞിട്ടെടുക്കാം. ഞാൻ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തു കേട്ടോ. അതിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടെടുത്താൽ നല്ല രസമുണ്ടാവും, കളർഫുൾ ആയിരിക്കും ക്യാബേജ് താരം. ഗൈസ്, ഇനി നമുക്ക് ചമ്മന്തി അരക്കണം കേട്ടോ. ചമ്മന്തി വായ്പ ലിതുമോൾക്ക് പൊതിച്ചോറിൽ നിർബന്ധമാണ് കേട്ടോ ചമ്മന്തി. അപ്പോൾ ഞാൻ ചമ്മന്തിക്ക് വേണ്ട തേങ്ങ ചിരവാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഗൈസ്, നമ്മൾ അവസാനമായിട്ട് സോയാബീനും കൂടെ വറുക്കുന്നുണ്ട്. സോയാബീൻ, സോയാ ചങ്ക്സ് എന്നൊക്കെ പറയും ഇതിന്. അപ്പോൾ ഇത് ലിതുമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതും കൂടെ ഉണ്ട് ഇന്നത്തെ പൊതിച്ചോറിൽ. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിവിടെ അമ്മ ഊറ്റുന്നുണ്ട്. നമുക്ക് പോയിട്ട് ഇല വെട്ടണം. ദേ അമ്മ എനിക്ക് പൊതിച്ചോറ് കെട്ടാൻ വേണ്ടിയിട്ട് ഇല എടുക്കാൻ പോയതാണ് കേട്ടോ. അമ്മയും കുട്ടിയുണ്ട്. ഇല ദേ ഒരു വെട്ടി, ഒരലയും കൂടി വേണം കേട്ടോ. അപ്പോൾ ഗൈസ്, ലിതുമോളെ ഇല അവിടെ കഴുകി വൃത്തിയാക്കി പേപ്പറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലിതുമോൾക്ക് ആവശ്യമുള്ള ചോറ് വിളമ്പി കൊടുക്കുക. അവളാകെ കുറച്ച് കഴിക്കുള്ളൂ. ഇത് കാണുമ്പോൾ ക്വാണ്ടിറ്റി തോന്നുന്നുണ്ട് തോന്നുന്നു, പക്ഷെ നോക്കല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാബേജിൻ്റെ ഉപ്പേരി ഇട്ടെടുക്കാം. ചമ്മന്തി വെച്ചു. സൈഡിൽ സോയാബീൻ കറി. അവൾക്ക് കഷ്ണങ്ങളൊന്നും അധികം ഇഷ്ടമല്ല, അതിനോട് ഞാൻ കഷ്ണം അധികം വെച്ചിട്ടില്ല. കറീൻ്റെ വെള്ളമാണ് സാമ്പാറിൻ്റെ. പിന്നെ ഇതിൽ കൊണ്ടാട്ടമുളക് വെച്ച് പപ്പടം വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊതിച്ചോറ് റെഡി ആയി. ഇത് പൊതിയട്ടെ. അപ്പോൾ ഗൈസ്, ഇതാ ഞങ്ങൾ പൊതിച്ചോറ് പൊതി അഴിച്ചു കഴിക്കാൻ പോവാണ്. പപ്പടമൊക്കെ തണുത്ത് പോയിട്ട്, തണുത്ത പപ്പടം കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.